പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഭയപ്പെടരുത്, ധൈര്യമായിരിക്കൂ, ദൈവം കൂടെയുണ്ട്. ഏതോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടല്ലേ? ഇത് ഞാൻ എങ്ങനെ ചെയ്യും, എങ്ങനെ നടക്കും, എന്താകും എന്നൊരു പേടി. ഭയമുണ്ടാകാൻ പല കാരണങ്ങളുണ്ടാകുമല്ലേ? പലതരത്തിലുള്ള കാരണങ്ങൾ. ചിലര് പറയും കാരണമൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു ഭയം തോന്നുന്നു. ഒരു കാരണവുമില്ലാതെ വെറുതെ ഭയപ്പെടും. അങ്ങനെയും ചിലരുണ്ട്. പക്ഷേ ഇന്ന് ദൈവം നിങ്ങളെ നോക്കിയൊരു വചനം പറയുന്നു. വേദപുസ്തകത്തിൽ 1 ദിനവൃത്താന്തം 28 അധ്യായം 20 വാക്യത്തിൽ, നീ ഭയപ്പെടരുത്, ഭ്രമിക്കയുമരുത് എന്ന് ദൈവം പറയുന്നു. ദാവീദ് എന്നൊരു രാജാവ് തന്റെ മകനായ ശലോമോന്, ചെറുപ്പക്കാരനാണ്, യുവാവാണ്, ഒരു വലിയ ചുമതല കൊടുക്കുന്നു. രാജ്യം ഭരിക്കുന്ന ചുമതല, ദൈവത്തിനൊരാലയം പണിയാനുള്ള ചുമതല കൊടുക്കുന്നു. ശലോമോന്റെ ഉള്ളിലൊരു ഭയം, ഒരു ജോലി, പരിതസ്ഥിതി, ഇവ നമുക്ക് ഭയമുണ്ടാക്കും. എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ? എനിക്കതിനുള്ള പരിചയമില്ലല്ലോ. എനിക്ക് പ്രായം വളരെ കുറവാണ്. ഇതിലെനിക്ക് പരിചയമില്ല. അത്ര വലിയൊരു ദേവാലയം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ആലോചിച്ച ഉടനെ മനുഷ്യൻ ആദ്യം തന്നെ തോന്നുന്ന ഒരു കാര്യമുണ്ടാകും, ഭയമുണ്ടാകും. ദാവീദ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, യഹോവ കൂടെയിരുന്ന് അത് ചെയ്തു തീർക്കാനുള്ള കൃപ തരും. നിങ്ങളെ നോക്കി ദൈവം അതാണ് പറയുന്നത്. എന്നെ ദൈവം ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ ഭയപ്പെട്ടു. എനിക്കിതെങ്ങനെ ചെയ്യാനാകും? എനിക്കെങ്ങനെയാണ് ഈ ശുശ്രൂഷ നിറവേറ്റാനാവുക? ഭയം. ദൈവം ധൈര്യപ്പെടുത്തി, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. യേശു വിടുവിക്കുന്നു ശുശ്രൂഷയെക്കുറിച്ച് ദൈവം വലിയൊരു പ്രവചനം തന്നു. ഇപ്പോൾ നാലുമാവടിയിൽ കണ്ടില്ലേ, കെട്ടിടങ്ങൾ, ആത്മാക്കൾ വരുന്നു, ജനങ്ങൾ വരുന്നു, മിഷണറിമാരെ അയക്കുന്നു. ഇത്രയും വലിയൊരു പദ്ധതിയെ 78 വർഷം കാണിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചില്ല, ഭയപ്പെട്ടു. എങ്ങനെയാണ് ഒരു ഗ്രാമത്തിൽ വെച്ച് ഇത് ചെയ്യുന്നത്? എനിക്ക് അത് പരിചയമില്ല, ജ്ഞാനമില്ല, പഠിപ്പുമില്ലല്ലോ എന്ന്. ദൈവം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ കൂടെയിരുന്ന് നീ പ്രാർത്ഥിക്കും തോറും എല്ലാം ചെയ്തു തരും എന്ന്. ദൈവം ഇന്നും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അതേ ദൈവം പറയുന്നു, എന്റെ മകളെ ഭയപ്പെടേണ്ട, എന്റെ മകനെ ഭയപ്പെടേണ്ട, ചുമതല ഏറ്റെടുത്ത ആ കാര്യം ചെയ്യ്. ദൈവം കൂടെയിരുന്ന് ചെയ്തു തരും എന്ന് വാക്ക് തരുന്നു. അത് നിങ്ങളുടെ പഠിപ്പിനെക്കുറിച്ചായിരിക്കും, തൊഴിലിനെക്കുറിച്ചായിരിക്കും, ശുശ്രൂഷയുടെ കാര്യമാവും, ഒരു ജോലിയായിരിക്കും, എന്തോ ഒരു ചുമതല. നിങ്ങൾ ചുമതല ഏറ്റെടുക്കൂ, കർത്താവ് അത് നടത്തിത്തരും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ മകനും മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തോ ഒരു ഭയം, ഒരു പരിഭ്രമം ഈ മകന്റെയും മകളുടെയും മനസ്സിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ അതില്ലാതാവട്ടെ. അത് ചെയ്തു തീർക്കാനുള്ള കൃപയും ബലവും ധൈര്യവും കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ